പ്രിയ വിദ്യാർത്ഥികളെ, 10ാം സ്റ്റാൻഡേർഡിലെ ട്രയൽസ് ആൻഡ് ട്രൈംസ് എന്ന ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യ ലെസനായ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്ന ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ ഷോർട്ട് സ്റ്റോറി വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്, 1927-2014, 1927 ജനിച്ച് 2014 വിടവാങ്ങിപ്പോയ Gabriel Garcia Marquez was a Colombian novelist and one of the greatest writers of the 20th century. കൊളംബിയൻ നോവലിസ്റ്റും അതുപോലെ തന്നെ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാന്മാരായ രചയിതാക്കളിൽ ഒരാളുമാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. ഹി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ 1982, 1982 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് അദ്ദേഹം നേടുകയുണ്ടായി. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ Love in the Time of Cholera, No One Rise to the Colonel and 100 Years of Solitude. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ രചനകളിൽ ചിലതാണ് ലവ് ഇൻ ദ ടൈം ഓഫ് കൊളറ, അതേപോലെ തന്നെ നോ വൺ റൈസ് ടു കേണൽ, അതുപോലെ തന്നെ 100 Years of Solitude. ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം. നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തരായ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സിൽ ഒരാളാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. നമുക്കിവിടെ പഠിക്കാനുള്ള ഈ ഷോർട്ട് സ്റ്റോറിയുടെ ഒരു നറേറ്റീവ് സ്റ്റൈൽ, രചനാ ശൈലി എന്ന് പറയുന്നത് മാജിക്കൽ റിയലിസമാണ്. മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക്കൽ റിയലിസം ഈസ് വൺ ഓഫ് ദ യുണീക്ക് നറേറ്റീവ് സ്റ്റൈൽസ് ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി. അതായത് 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും അതുല്യമായ രചനാ ശൈലികളിൽപ്പെട്ടതാണ് magical realism. Many Latin American writers like Gabriel Garcia Marquez and others such as Salman Rushdie and Angela Carter have contributed to the genre. ഈ ഒരു വിഭാഗത്തിലേക്ക് ഒരുപാട് ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ലൈക്ക് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിനെ പോലെ അതുപോലെ തന്നെ സൽമാൻ റുഷ്ദിയെ പോലെ ഏഞ്ചല കാർട്ടറിനെ പോലെയൊക്കെയുള്ള പ്രശസ്തരായ രചയിതാക്കൾ സ്വീകരിച്ച ഒരു രചനാ ശൈലിയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. വർക്കിംഗ് ദ ജെൻഡ്ര ഈ വിഭാഗത്തിലെ ഒരു പുസ്തകങ്ങളിലെ രചനകൾ എന്ന് പറയുന്നത് ഡെപിക്ട് ദ റിയൽ വേൾഡ് വിത്ത് ആൻ അണ്ടർ കറണ്ട് ഓഫ് മാജിക് ഓർ ഫാൻറ്റസി. യഥാർത്ഥ ലോകത്തിൽ ഫാൻറ്റസി കൂടി, കാൽപ്പനികത കൂടി ഇടകലർത്തി ഒരു പക്ഷേ നമുക്ക് അതിലൂടെ കടന്നു പോകുന്നത്, അതായത് യാഥാർത്ഥ്യത്തിനോട് ഒപ്പം നിൽക്കുന്നതാണ് ഈ കാൽപ്പനികത എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ രചനകളെല്ലാം തന്നെ ഉള്ളത്. ലൈക്ക് ഫെയറി ടെയിൽസ്, അതായത് യക്ഷിക്കഥകൾ പോലെ വർക്ക്സ് ഓഫ് മാജിക്കൽ റിയലിസം ബ്ലർ ദ ലൈൻ ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. ഈ യാഥാർത്ഥ്യത്തിൻ്റെയും ഫാൻറ്റസിയുടെയും ഈ റിയാലിറ്റിയുടെയും കാൽപ്പനികതയുടെയും ഒരു ഇടയിലുള്ള ആ ഒരു ലൈനിനെ അങ്ങ് ബ്ലർ ചെയ്യുന്നു, ഇല്ലാതാക്കുന്ന ഒരു കൃത്യമായിട്ട് നമുക്കൊരിക്കലും അതൊരു യാഥാർത്ഥ്യവും കാൽപ്പനികതയും സെപ്പറേറ്റായിട്ട് തോന്നാത്ത ഒരേ രീതിയിൽ അങ്ങ് യാഥാർത്ഥ്യത്തിനൊപ്പം നിൽക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു രചനാ ശൈലിയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഈ ലെസണിലേക്ക് പോകാം. ലെറ്റ്സ് റീഡ് ആൻഡ് ഫ്ലെക്റ്റ്. കൈൻഡ്നെസ് ആൻഡ് എമ്പതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും അത്യാവശ്യമുള്ള 2 ഗുണങ്ങളാണ് കൈൻഡ്നെസ്സും അതേപോലെ എമ്പതി, അതായത് കാരുണ്യവും. എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും വിലയിരുത്തുവാനുമുള്ള കഴിവ്. ദീസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്. ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ ഇരുണ്ട നിമിഷങ്ങളിൽ പോലും പ്രതീക്ഷയും അതേപോലെ തന്നെ പ്രത്യാശയും പരത്തുവാൻ ഈ ക്വാളിറ്റിക്ക് കഴിയും. അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ് ദ വൺസ് ഹു അപ്പിയർ ഡിഫറൻറ്റ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രവണത എന്ന് പറയുന്നത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തത പുലർത്തുന്നവരുണ്ടെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യുക, അവരെ ഒറ്റപ്പെടുത്തുക എന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രവണത പദ്ധതി. എസ്പെഷ്യലി ദോസ് ഹു ആർ വീക്ക് ആൻഡ് വൾണറബിൾ. പ്രത്യേകിച്ചും ആരാണോ സമൂഹത്തിൽ വളരെ വീക്കായിട്ടുള്ളത്, ദുർബലരായിട്ടുള്ളത് അല്ലെങ്കിൽ ക്ഷീണിതരായിട്ടുള്ളത്, അത്തരത്തിലുള്ള വിഭാഗത്തെ, വീക്കായിട്ടുള്ളതും വൾണറബിളായിട്ടുള്ളതും ക്ഷീണിതരായിട്ടുള്ളവരും ദുർബലരായിട്ടുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് എപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രവണതയാണ്. വി മേ നോട്ട് ഓൾവേസ് റിയലൈസ് ദാറ്റ്. നമ്മൾ എല്ലായ്പ്പോഴും മനസ്സിലാക്കാതെ പോകുന്നത് ഈവൻ സ്മാൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ, അതായത് കമ്പാഷൻ്റെ അല്ലെങ്കിൽ അനുകമ്പയുടെ ചെറിയ പ്രവൃത്തികൾ പോലും, ഈവൻ സ്മാൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ, അനുകമ്പയുടെ ചെറിയ പ്രവൃത്തികൾ പോലും ക്യാൻ ഹാവ് സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്ട് ഓൺ മെനി ലൈവ്സ്. ഒരുപാട് ജീവിതങ്ങളിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ്, എടുത്തു പറയത്തക്ക തരത്തിലുള്ള സ്വാധീനം ചെലുത്തുവാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം നമുക്ക് പലപ്പോഴും ബോധ്യപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം.
എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. ഉച്ചയായിരുന്നിട്ട് പോലും വെളിച്ചം വളരെ കുറവായിരുന്നു. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്, പെലായോ തിരികെ വീട്ടിലെത്തിയപ്പോൾ ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അപ്പോൾ വെളിച്ചക്കുറവായിരുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലേ, അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ, അദ്ദേഹത്തിന് കാണുവാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എന്ത്? വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. പിറകിലെ മുറ്റത്ത് എന്തോ ഒന്ന് അനങ്ങുകയും മുരളുകയും ഒക്കെ ചെയ്യുന്നത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാണുവാൻ അടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. അതുകൊണ്ട് തന്നെ വെളിച്ചം വളരെ കുറവായിരുന്നത് കൊണ്ട് തന്നെ ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ്, വളരെ അടുത്ത് എത്തേണ്ടി വന്നു. ഇതിനു വേണ്ടി ടു സീ ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ, അത് ഒരു പ്രായം ചെന്ന മനുഷ്യനാണെന്ന് മനസ്സിലാക്കുവാൻ വളരെ അടുത്തെത്തേണ്ടി വന്നു. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അവിടെ മുറ്റത്ത് ആ മനുഷ്യൻ മുഖം ചെളിയിലേക്ക് ആർന്ന്, അതായത് കമന്ന് കിടക്കുകയായിരുന്നു. മുഖത്ത് ചെളിയെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നു. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ദ മഡ് ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്ട്. സ്വന്തമായി വളരെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് പോലും, വളരെയധികം പണിപ്പെട്ട് പോലും, ട്രിപ്പ് ആൻഡ് എഫേർട്ട് നടത്തിയിട്ട് പോലും ദ മാൻ കുഡിൻറ്റ് ഗെറ്റ് അപ്പ്. ആ മനുഷ്യന് ഒന്ന് എണീക്കാൻ കഴിഞ്ഞില്ല. ഇംപെഡഡ് ബൈ ഹിസ് ഇനോർമസ് വിങ്സ്. അതിന് തടസ്സമായി ഒബ്സ്റ്റക്കിളായിട്ട് ഇംപെഡഡ് നിന്നത് ഹിസ് ഇനോർമസ് വിങ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ വളരെ വൈഡായിട്ടുള്ള, വാസ്റ്റായിട്ടുള്ള, ബിഗ് ആയിട്ടുള്ള വിങ്സാണ്, ഇനോർമസ് ആയിട്ടുള്ള വിങ്സാണ്, വലിയ ചിറകുകളാണ് അതിന് തടസ്സമായിരുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുന്നേൽക്കുവാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം മാക്സിമം നോക്കിയിട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിൻ്റെ ഈ വലിയ വിങ്സുകൾ ഒരു ഒബ്സ്റ്റക്കിളായിട്ട് നിന്ന്, ഒരു ഇംപെഡഡായിട്ട് നിന്നു. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്, ഈ ഒരു കാഴ്ച കണ്ട് അമ്പരന്നിട്ട് പെലായോ റാൻ ടു ഗെറ്റ് എലിസൻഡ ഹിസ് വൈഫ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എലിസൻഡയെ വിളിക്കാനായിട്ട് പെലായോ ഓടിപ്പോയി. ഷീ വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ഹെർ സിക്ക് ചൈൽഡ്. അവളാണെങ്കിൽ തൻ്റെ രോഗിയായ കുട്ടിക്ക് ഈ കംപ്രസസ് വെച്ച് കൊടുക്കുക. അതായത് കംപ്രസ് എന്ന് പറഞ്ഞാൽ കോട്ടൺ, കട്ടിയുള്ള കോട്ടൺ തുണി നമ്മൾ ഈ നീരും വേദനയൊക്കെ വരുന്ന ഭാഗത്തായിട്ട് ഈ ചൂടിലൊക്കെ വെള്ളത്തിൽ മുക്കി ശേഷം അവൾ പിടിച്ചു കൊടുക്കത്തില്ലേ, അപ്പോൾ അത്തരത്തിൽ കംപ്രസ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഹീ ടുക്ക് ഹെർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. എന്നിട്ട് അവൻ നമ്മുടെ പെലായോ തൻ്റെ ഭാര്യയെ കോർട്ട്യാർഡിൻ്റെ റിയറിലേക്ക്, ബാക്കിലേക്ക് കൊണ്ടുപോയി. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാലൻ ബോഡി. എന്നിട്ട് വീണ് കിടക്കുന്ന ശരീരത്തിലേക്ക് ഇവർ രണ്ടും വന്ന് സൂക്ഷിച്ചു നോക്കി. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. ഈ മനുഷ്യൻ വീണ് കിടക്കുന്ന, ഈ പ്രായം ചെന്ന വലിയ ചിറകുകളുള്ള ഈ മനുഷ്യൻ്റെ വേഷവിധാനം കണ്ടു കഴിഞ്ഞാൽ ഒരു റാക്ക് പിക്കറിൻ്റെ കൂട്ടാണ്. റാക്ക് പിക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീടുകളിലൊക്കെ പഴയ തുണിയൊക്കെ കളക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരില്ലേ, വളരെ മോശം വസ്ത്രധാരണ രീതിയിലൊക്കെ വരുന്ന വളരെ പാവപ്പെട്ടവരുടെ കൂട്ട് തോന്നുന്ന അത്തരത്തിൽ ഒരു വേഷവിധാനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. There were only a few faded hairs left on his bald skull and very few teeth in his mouth. പിന്നെ അദ്ദേഹത്തിൻ്റെ കഷണ്ടി തലയിലാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആ ബാൾഡ് സ്കെല്ലാണെങ്കിൽ only a few faded hairs left. അദ്ദേഹത്തിൻ്റെ കഷണ്ടി തലയിൽ വളരെ കുറച്ച് നരച്ച മുടികൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാത്രമല്ല ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. വായിലാണെങ്കിൽ വളരെ കുറച്ച് പല്ലൊക്കെ പൊഴിഞ്ഞു പോയി. അത്രയ്ക്ക് മേൽ പ്രായം ചെന്ന ഒരു വ്യക്തിയാണ്. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ഈ ദയനീയമായ അവസ്ഥ, പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് കാണപ്പെട്ടു എന്തുപോലെ, ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അങ്ങേറ്റം പ്രായം ചെന്ന ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ ഇങ്ങനെ ഡ്രെഞ്ചഡായിട്ട്, നമുക്കറിയാം മഴയൊക്കെ പെയ്ത് ചെളിയൊക്കെ കിടക്കില്ല, അപ്പം അതിനകത്ത് നനഞ്ഞ് കുതിർന്ന് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അദ്ദേഹം കിടന്നിരുന്നത്. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ഈ ഒരു കാഴ്ച, ഈ ഒരു അപ്പിയറൻസ് അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ, ഒരു പ്രൗഢി, ഗാംഭീര്യത ഉണ്ടെന്ന് തോന്നിക്കുമെങ്കിൽ അതെല്ലാം ഈ ഒരു അപ്പിയറൻസോടുകൂടി അതെല്ലാം എടുത്തു കളയപ്പെട്ടു, ഇല്ലാതായി. ദിസ് ടുക്ക് അവേ, അത് എടുത്തു കളയപ്പെട്ടു. ഏത്? ആ ഒരു പ്രൗഢി. അദ്ദേഹത്തിന് ഒരു വലിയ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ആ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലൊരു പ്രൗഢി ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു മോശം അവസ്ഥയിൽ കുതിർന്ന് ചെളിക്കകത്ത് ഇങ്ങനെ തൻ്റെ ചിറകുകളൊക്കെ ചെളിയൊക്കെ പുരണ്ട് ശരീരം മുഴുവൻ അഴുക്ക് പറ്റി റാക്ക് പിക്കറിൻ്റെ കൂട്ടുള്ള വേഷവിധാനമൊക്കെ ആയി കഴിഞ്ഞപ്പം ഈ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രാൻഡ്യൂർ നമുക്ക് തോന്നുമെങ്കിൽ, ഒരു പ്രൗഢി തോന്നുമെങ്കിൽ അതൊക്കെ തന്നെ നഷ്ടപ്പെട്ട രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസൻ്റ് ആയിട്ടുള്ള അവസ്ഥ, കിടക്കുന്ന ആ ഒരു കാഴ്ച. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഭയങ്കരമായി ഈ വേട്ടപ്പക്ഷികളിലോട്ടുള്ള ഈ വിങ്സ് ഉണ്ടല്ലോ, അത് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്. അതൊക്കെയാണ് വളരെ അഴുക്ക് പിടിച്ചതും. ഹാഫ് പ്ലക്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ തൂവലൊക്കെ പകുതി പറിച്ച് മാറ്റിയവണക്കൊക്കെ തോന്നുന്ന രീതിയിലുള്ള വെയർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. ചിറകും ഈ ചെളിയും കൂടെ ചേർന്ന് ഒട്ടിപ്പിടിച്ചൊക്കെ കിടക്കുകയാണ്.
ദേ ലുക്ക്ഡ് അറ്റ് ഹിം സോ ലോങ്. അവർ അദ്ദേഹത്തെ കൂടുതൽ നേരം ഇങ്ങനെ നോക്കി നിന്നു. ആൻഡ് സോ ക്ലോസ്ലി, അതുപോലെ തന്നെ ഒരുപാട് നേരം അടുത്ത് പോയി നോക്കി. ദാറ്റ് പെലോയോ ആൻഡ് എലിസാൻഡർ വെരി സൂൺ ഓവർകെയിം ദെയർ സർപ്രൈസ്. അങ്ങനെ കൂടുതൽ നേരം അടുത്തടുത്ത് നിന്നപ്പോഴത്തേന് ഇവരുടെ ഈ ഒരു സർപ്രൈസൊക്കെ അവർ അതിജീവിച്ചു. ഓവർകെയിം ദെയർ സർപ്രൈസ്, അവരുടെ ഒരു അതിശയമൊക്കെ അങ്ങ് മാറി. ഇൻ ദ എൻഡ്, അവസാനം ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അവർക്ക് കൂടുതൽ അദ്ദേഹത്തോട് അടുപ്പമുള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു, ഫെമിലിയറായിട്ട് അനുഭവപ്പെട്ടു. ദെൻ ദേ ഡയേർഡ് സ്പീക്ക് ടു ഹിം. പിന്നീട് അവർക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെയുള്ളൊരു ധൈര്യം, അവർ ധൈര്യം തോന്നി ടു സ്പീക്ക് ടു ഹിം, അദ്ദേഹത്തോട് സംസാരിക്കാൻ. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടികളൊക്കെ ഒക്കെ തന്നെ ഒരു ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അതായത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തതാണെങ്കിൽ പോലും ഒരു കരുത്തനായ നാവികൻ്റെ ശബ്ദ ഗാംഭീര്യമുണ്ടായിരുന്നു. കൺക്ലൂഡഡ് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ. എന്നിരുന്നാലും അവസാനം അവരൊരു ധാരണയിലെത്തി, അല്ലെങ്കിൽ ഒരു ആശയത്തിലെത്തി. എന്താണ്? ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ. ഇനി അദ്ദേഹം ഫ്രം സം ഫോറിൻ ഷിപ്പ് റെക്ഡ് ബൈ ദ സ്റ്റോം, കൊടുങ്കാറ്റിൽ തകർന്നു പോയ കപ്പലിൽ നിന്ന് ഒറ്റപ്പെട്ടു വന്ന ഒരു കാസ്റ്റവേ ആയിരിക്കാം എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് അവർ അവസാനം എത്തിച്ചേർന്നത്. ദെൻ ദേ കാൾഡ് എ നെയ്ബർ വുമൺ ടു സീ ഹിം. അതിനുശേഷം അയൽക്കാരിയായ ഒരു സ്ത്രീയെ വിളിച്ചിട്ട്, അദ്ദേഹത്തെ കാണാനായിട്ട് വിളിച്ചിട്ട് കാണിച്ചു. ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. ആ ലേഡിക്ക് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ഓൾ ഷീ നീഡഡ്, അവൾക്ക് ആവശ്യമായി വന്നത് എന്താണ്? വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. അവർക്ക് പറ്റിയിരിക്കുന്ന തെറ്റ് അദ്ദേഹം ഒരു കാസ്റ്റവേ ആണെന്നൊക്കെയുള്ള ധാരണയിലെത്തി വന്ന് അവരോട് പറഞ്ഞപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ പറഞ്ഞു, ഹീസ് ആൻ ഏഞ്ചൽ. അദ്ദേഹം ഒരു ഏഞ്ചലാണ്. ഹീസ് ആൻ ഏഞ്ചൽ ഷീ ടോൾഡ് ദം. അവരോട് പറഞ്ഞു, അദ്ദേഹം ഒരു ഏഞ്ചലാണ്. ഹീ മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ചൈൽഡ്. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഒരു കുട്ടിയുണ്ടല്ലോ, കുട്ടിക്ക് സുഖമില്ലാതിരിക്കുകയല്ലേ, അപ്പോൾ സുഖമില്ലാതിരിക്കുന്ന കുട്ടിയെയും തേടിയാണ് വന്നിരിക്കുന്നത്. ബട്ട് ദ പൂവർ ഫെലോ ഈസ് സോ ഓൾഡ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഈ പാവം പിടിച്ചവൻ, ഈ വന്നിരിക്കുന്ന ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രായം ചെന്ന മനുഷ്യനാണ്. ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് പെയ്ത ഈ മഴ കൂടി ആയപ്പോഴത്തേന് അദ്ദേഹത്തെ ആ മഴയിൽ കുതിർന്ന ചിറകുകളൊക്കെ അദ്ദേഹം ക്ഷീണിതനായി താഴെ വീണു എന്ന് ആ സ്ത്രീ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. തൊട്ടടുത്ത ദിവസം, ഫോളോയിങ് ഡേ എവ്രിവൺ ന്യൂ, എല്ലാവരും അറിഞ്ഞു, ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ, അതായത് പച്ച ജീവനോടുള്ള മാംസമൊക്കെയുള്ള ഒരു ഏഞ്ചലിനെ വാസ് ഹെൽഡ് ക്യാപ്റ്റീവ് ഇൻ പെലായോസ് ഹൗസ്. പെലായുടെ വീട്ടിൽ ഇങ്ങനെ ക്യാപ്റ്റീവായി, തടവിലാക്കി, ബന്ദിയാക്കി വെച്ചിരിക്കുന്നു, പിടികൂടിയിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്ത ആ നാട്ടിൽ മുഴുവൻ പരന്നു. എങ്ങനെ ഒരു എന്നറിഞ്ഞല്ലോ, ഒരു ലേഡിയെ അവർ വിളിച്ച് കാണിച്ചില്ലേ, അപ്പം അവർ നാട് മൊത്തം എന്ന് പറയും. അങ്ങനെ ഓൺ ദ ഫോളോയിങ് ഡേ എവ്രിവൺ ന്യൂ ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ വാസ് ഹെൽഡ് ക്യാപ്റ്റീവ് ഇൻ പെലായോസ് ഹൗസ്. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. ആ ആഫ്റ്റർനൂൺ മുഴുവൻ, ആ ഉച്ചസമയത്ത് മുഴുവൻ കിച്ചണിൽ നിന്ന് പെലായോ ആ വൃദ്ധനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഏഞ്ചലിനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആംഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്ബ്. അദ്ദേഹം ഒരു ബെയിലിഫാണ്, അതായത് ഒരു ജയിൽ ഗാർഡൻ, അതായത് ലാ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പ്രിസൺ, ഒരു പ്രിസൻ്റെ ചുമതലയുള്ള വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ലാത്തിയുണ്ട്, ഒരു ക്ലബ്ബുണ്ട്. അപ്പോൾ ആ ക്ലബ്ബൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഉച്ചസമയം മുഴുവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ബിഫോർ ഗോയിങ് ടു ബെഡ്, പിന്നീട് ഉറങ്ങാനായിട്ട് പോകുന്നതിന് മുമ്പ്, ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ്, അദ്ദേഹത്തെ ചെളിയിൽ നിന്ന് വലിച്ചഴച്ചു കൊണ്ടുവന്ന്, ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. വലിച്ചഴിച്ചുകൊണ്ട് വന്ന് അവരുടെ വീട്ടിലെ ചിക്കൻ കൂപ്പ്, കോഴിക്കൂടിൽ ഒപ്പം ഹെൻസിനൊപ്പം വലിച്ചഴിച്ച് ആ കോഴിക്കൂട്ടിൽ കൊണ്ടുവന്ന് ഇട്ടു. അതായത് പുറത്ത് ഭയങ്കരമായ മഴയും ചെളിയും കുതിർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്കൊരു ചെറിയൊരു സ്നേഹം അല്ലെങ്കിൽ കമ്പാഷൻ അല്ലെങ്കിൽ അനുകമ്പ തോന്നി. അങ്ങനെ ഏഞ്ചലാണെങ്കിലും അല്ലെങ്കിൽ അപരിചിതപ്പെട്ട യാതൊരു പരിചയമില്ലാത്ത ഒരു വിചിത്ര മനുഷ്യനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അന്നേരം ഒരു ചെറിയ കമ്പാഷൻ, ഈ മഴയത്ത് ചെളിയിൽ കിടക്കേണ്ടതെന്ന് തോന്നിക്കൊണ്ട് അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുവന്ന് ആ കോഴിക്കൂട്ടിലിട്ടു. A short time afterward, the child woke up without a fever and with a desire to eat. അങ്ങനെ വലിച്ചൊരു കോഴിക്കൂട്ടിലിട്ട് അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ്, അതിനുശേഷം ദ ചൈൽഡ് വോക്ക് അപ്പ് വിത്തൗട്ട് എ ഫീവർ, അസുഖമെല്ലാം മാറി, പനിയൊന്നുമില്ലാതെ കുട്ടി അങ്ങ് എഴുന്നേറ്റു. വിത്ത് എ ഡിസയർ ടു ഈറ്റ്, എന്തെങ്കിലും ഒന്നും കഴിക്കാൻ വയ്യാതെ രോഗം പിടിച്ച് വളരെ അവശ നിലയിൽ കിടന്ന അമ്മയാണെങ്കിൽ കംപ്രസ്സൊക്കെ വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന ആ കുട്ടി പെട്ടെന്ന് ചാടി എണീറ്റ് ഭക്ഷണം കഴിക്കാനായിട്ട് റെഡിയായി നിന്നു. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. പെട്ടെന്ന് അവർക്കൊരു മാനസിക സന്തോഷം, ഒരു മഹാമനസ്കത അവരുടെ മനസ്സിൽ ആ ഏഞ്ചലിൻ്റെ സാമീപ്യം കൊണ്ടായിരിക്കുമല്ലോ എന്നുള്ളൊരു പ്രത്യേകതരം ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടായി. ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ്. അതുകൊണ്ട് തന്നെ അവർ തീരുമാനിച്ചു ഏഞ്ചലിനെ ഒരു റാഫ്റ്റിലേക്ക് മാറ്റാം. വിത്ത്
ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days. ആ ഏഞ്ചലിനെ എന്നാൽ ഇനി പിന്നെ ഒരു റാഫ്റ്റിലേക്ക്, ഒരു ചങ്ങാടത്തിലേക്ക് മാറ്റാം. എന്നിട്ട് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days, അതിൽ നല്ല വെള്ളവും പിന്നെ പ്രൊവിഷൻസ് ഫുഡ് ഐറ്റം ഒക്കെ കൂടി ഒരു 3 ദിവസത്തേക്കുള്ള ഫുഡും ഒക്കെ വെച്ച് ഒരു ചങ്ങാടത്തിലേക്ക് ഇരുത്തി ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദ ഹൈ സീസ്. ആ ഉൾക്കടലിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി എന്നൊരു തീരുമാനത്തിലെത്തിയവർ. ബട്ട് വെൻ ദേ വെൻ്റ് ഔട്ട് ഇൻ ടു ദ കോർട്ട്യാർഡ് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡാൺ, പക്ഷേ എപ്പോഴാണോ അവർ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡാൺ, പ്രഭാതം പൊട്ടി വീഴുന്ന ആദ്യം വെളിച്ചം വന്നപ്പോൾ മുറ്റത്തേക്ക് പോയപ്പോൾ, they found the whole neighborhood in front of the chicken coop having fun with the angel. അവർ കണ്ടു, they found the whole neighborhood, ചുറ്റുമുള്ള അയൽക്കാട് മുഴുവൻ in front of the chicken coop, ആ ചിക്കൻ കൂപ്പിൻ്റെ കോഴിക്കൂടിൻ്റെ മുന്നിൽ having fun with the angel, ഏഞ്ചലുമായിട്ട് ഭയങ്കര രസകരമായ രീതിയിൽ ആശയവിനിമയമൊക്കെ നടത്തി ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. The visitors were tossing him things to eat. വന്നവരൊക്കെ തന്നെ ഭക്ഷണമൊക്കെ ഇങ്ങനെ ടോസ് ചെയ്ത് ഇട്ട് കൊടുക്കുക, വലിച്ച് എറിഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹത്തിന് കഴിക്കാനായിട്ട്. ത്രൂ ദ ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്, ആ കൂപ്പിൻ്റെ ആ കോഴിക്കൂടിൻ്റെ വാതിലിലൂടെ ഈ ആഹാര സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കൊടുക്കുകയാണ് ആ വിസിറ്റേഴ്സ് ആ ഏഞ്ചലിന് കഴിക്കാനായിട്ട്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വെയർ എ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. അദ്ദേഹം ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ എന്ന നിലയിലല്ല അവർ പരിഗണിക്കുന്നത്, ഏതൊരു സർക്കസിലെ ആനിമലിനെ പോലെ പരിഗണിച്ചുകൊണ്ട് ആ പാവം പിടിച്ച ആ ഏഞ്ചലിനോട്, ആ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനോട് ഈ അയൽപ്പക്കക്കാരൊക്കെ കാട്ടുന്നത്. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ, ആ തടവിലാക്കപ്പെട്ട ബന്ധിയാക്കപ്പെട്ട ഏഞ്ചലിനെ പറ്റിയുള്ള വാർത്ത സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി, വളരെ വേഗം എങ്ങും വ്യാപിച്ചു. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറേ മണിക്കൂറുകൾക്ക് ശേഷം, ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബേഴ്സൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്, ആ മുറ്റം മുഴുവൻ ഒരു പക്ഷേ ഒരു മാർക്കറ്റ് പ്ലേസിൽ, ഒരു ചന്തയിലെ ബഹളം നമുക്ക് കാണാൻ കഴിയും. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്, ആ മോബിനെ, അത്രയും ഉള്ള ജനക്കൂട്ടത്തെ ഒന്ന് അവിടുന്ന് പിരിച്ചുവിടാൻ, മാറ്റിവിടാൻ കപ്പിളിന് ഹാഡ് ടു കോൾ ദ ട്രൂപ്സ്, പോലീസിനെ വിളിക്കേണ്ടി വന്നു. They got the idea of fencing in the yard and charging 5 cents for admission to see the angel. They got the idea of fencing the yard. ആ മുറ്റം കംപ്ലീറ്റ് ഒന്ന് വേലിയിട്ടാർ എന്നുള്ളൊരു ആശയം അവർക്ക് വന്നു. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. ഏഞ്ചലിനെ കാണാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് 5 cent വീതം ചാർജ് ചെയ്താലോ, ഇത്രയും പൈസ വീതം ചാർജ് ചെയ്താലോ എന്നുള്ളൊരു തീരുമാനത്തിൽ അവരെത്തി, ഒരു ഐഡിയയിലെത്തി. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. അതുകൊണ്ട് തന്നെ ഈ ആകാംക്ഷയുള്ളവരെല്ലാം കൂടെ ക്യൂരിയസ് ആയിട്ടുള്ള ഇത് ആരാ, ഏഞ്ചലോ, മജ്ജയും മാംസവും തടപ്പിലാക്കപ്പെട്ടിരിക്കുന്ന ഏതോ ഒരു വിചിത്ര ജീവി, അങ്ങനെ ഉള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ളവരെല്ലാം തന്നെ കെയിം ഫ്രം ഫാർ അവേ, വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വരാൻ തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ഈ ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യവതികളോ നിർഭാഗ്യവാന്മാരോ ഒക്കെ ആയ ആളുകൾ, അതായത് ഒരു പരിക്കിലൂടെയോ അസുഖത്തിലൂടെയോ ഒക്കെ തന്നെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകളൊക്കെ തന്നെ ആ പീഡയിൽ നിന്ന് മോചനം നേടി ആരോഗ്യവാന്മാരായി തീരുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ദർശിക്കുവാൻ, ഈ ഏഞ്ചലിനെ ദർശിക്കുവാനായി അവിടെ എത്തി. പെലായോ ആൻഡ് എലിസൻഡ വെയർ ഹാപ്പി വിത്ത് ഫെറ്റിക്. ഈ പെലായോയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസാൻഡയും ഈ തിരക്ക് ഭയങ്കരമായ മോബിനെയൊക്കെ നിയന്ത്രിച്ച് ക്ഷീണിതരാണെങ്കിൽ പോലും ആ ഒരു ക്ഷീണത്തിലും അവർ ഹാപ്പിയാണ്. കാരണം ആവശ്യത്തിലും അധികം പണം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെലായോ ആൻഡ് എലിസാൻഡ വെയർ ഹാപ്പി വിത്ത് ഫെറ്റിക്. ഇൻ ലെസ് ദാൻ എ വീക്ക്, ഒരാഴ്ചയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. അവരുടെ മുറികളെല്ലാം പണം കൊണ്ടങ്ങ് നിറച്ചു. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻ്റർ. ഇപ്പോഴും എന്നിട്ടും ഈ അവരുടെ ഊഴവും പ്രതീക്ഷിച്ച് നിൽക്കുന്ന പിൽഗ്രിംസ്, തീർത്ഥാടകരുടെ പ്രവേശിക്കുവാൻ വേണ്ടി അവരുടെ ഊഴവും കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ എണ്ണമെന്ന് പറയുന്നത് റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറിസോൺ. അത് നമ്മുടെ ഇമാജിനേഷനും അപ്പുറത്തേക്ക്, ചക്രവാളത്തിനും അപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ ഇനിയും പ്രവേശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. ദ ഏഞ്ചൽ വാസ് ദ ഒൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ഈ പ്രവർത്തനങ്ങളിലൊന്നും ഭാഗമാകാതിരുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഏഞ്ചലാണ്. ഏഞ്ചലിലൂടെയാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായെങ്കിലും അതിൻ്റെ ഒന്നും ഭാഗമാകാതിരുന്ന ഒരേ ഒരു വ്യക്തി ഈ ഏഞ്ചൽ മാത്രമായിരുന്നു. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈയിങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്. തനിക്ക് ദാനമായി അല്ലെങ്കിൽ ഔദാര്യമായി ലഭിച്ച
നെസ്റ്റിൽ കൂട്ടിൽ കംഫർട്ടബിളായി ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിച്ചു. ഹീ സ്പെൻഡ് ഹിസ് ടൈം trying to get comfortable in his borrowed nest. At first they tried to make him eat some mothballs. ആദ്യമൊക്കെ ഈ തടിച്ചുകൂടിയ ആൾക്കാർ അദ്ദേഹത്തിന് ഈ മോത്ത് പാറ്റാഗുളികളൊക്കെ കൊടുത്ത് തീറ്റിക്കാൻ ശ്രമിച്ചു. ബട്ട് ഹി ഏറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മെഷ്. പക്ഷേ അദ്ദേഹം ഈ പറയുന്ന അവർ വലിച്ചെറിഞ്ഞ് കൊടുത്ത ഒരു സാധനങ്ങളും കഴിച്ചില്ല. ഈ എഗ് പ്ലാന്റ് മെഷ് ഒഴിച്ചു, അതായത് വീട്ടുകാരുണ്ടാക്കി കൊടുത്ത വഴുതനങ്ങ കൊണ്ടുള്ള ഒരു 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 ഭക്ഷണമാണ്. അപ്പോൾ അത് മാത്രം അദ്ദേഹം കഴിച്ചു എന്നുള്ളതാണ്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു അമാനുഷികമായ ഗുണം, വിർച്യൂ, നന്മ എന്ന് പറയുന്നത് സീംഡ് ടു ബി പേഷ്യൻസ്. ക്ഷമ, നല്ല ക്ഷമയുള്ളവനാണ്. ആ ഒരു ക്ഷമയെന്ന ഗുണമാണ് അമാനുഷികമായിട്ടുള്ളൊരു ഗുണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരേ ഒരു ഗുണം. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം. ഈ കോഴികളെല്ലാം അദ്ദേഹത്തിന് ചുറ്റും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ചിറകിന് ഇടയ്ക്കൊക്കെ ഉള്ള ഈ പാരാസൈറ്റ്സ് ഉണ്ടല്ലോ, ഇഴജന്തുക്കളെയൊക്കെ ഈ ഹെൻസ് പെക്ക് ചെയ്ത് കൊത്തിപ്പറിച്ച് തിന്നാൻ തുടങ്ങി. നമുക്കറിയാം ഈ പശുവും പട്ടിയൊക്കെ എടുത്ത് വരുമ്പം അടുത്ത് നിൽക്കുമ്പോൾ കോഴി വന്നിരുന്ന അതിൻ്റെ ദേഹത്തൊക്കെ കൊത്തുന്നിട്ടില്ല. അതേപോലെ ഈ പറയുന്ന ഏഞ്ചലിനെ ഈ കോഴികളെല്ലാം കൂടെ കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ചിറകിനിടയിലൊക്കെയുള്ള പാരാസൈറ്റ്സിനെ കൊത്തി തിന്നാൻ തുടങ്ങിയപ്പോൾ പോലും അദ്ദേഹം ഹി വാസ് ക്വൈറ്റ് പേഷ്യൻ്റ്. അദ്ദേഹം വളരെ ക്ഷമയോടെ അങ്ങനെ ഇരുന്നു എന്നുള്ളതാണ്. ഹി വാസ് പേഷ്യൻ്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. ഈ മുടന്തരായിട്ടുള്ളവർ അവരുടെ വൈകല്യമുള്ള ഭാഗങ്ങൾ, കാലുകളിലായാലും കൈകളിലായാലും ഒക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഏഞ്ചലിൻ്റെ തൂവലുകൾ പിടിച്ചു വലിച്ച് അവരുടെ ദേഹത്തേക്ക്, വൈകല്യമുള്ള ദേഹത്തേക്ക് ടച്ച് ചെയ്തു, തൊട്ട് കൊടുത്തു. എന്തിനു വേണ്ടിയാണെന്നറിയാം? അവർക്ക് സൗഖ്യം ലഭിക്കാൻ, അതിൽ നിന്ന് മോചിതരായി ആരോഗ്യവാന്മാരാകും എന്നുള്ള അവരുടെ ആ വിശ്വാസം, ആ ഒരു വിശ്വാസം കൊണ്ട് അവർ ഈ ഏഞ്ചലിൻ്റെ തൂവലുകൾ പിടിച്ചു വലിച്ച് അവരുടെ ദേഹത്ത് ടച്ച് ചെയ്തിട്ട് പോലും ഈ ഏഞ്ചൽ അങ്ങേയറ്റം ക്ഷമാശീലനായി വളരെ ക്ഷമയോടുകൂടി ഇരിക്കുന്നത് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഹീ റിമെയിൻഡ് പേഷ്യൻറ്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മെഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. അദ്ദേഹം വളരെയധികം ക്ഷമയുള്ളവനായി വീണ്ടും കാണപ്പെട്ടപ്പോഴാണെന്നറിയാവൂ, അതായത് ഈവൻ ദ മോസ്റ്റ് മെഴ്സിഫുൾ, അങ്ങേയറ്റം ദയുള്ളവരെന്നോ മഹാമനസ്കരോ ഒക്കെ ആയിട്ടുള്ളവർ പോലും വന്നിട്ട് അദ്ദേഹത്തിന് നേരെ കല്ലെറിഞ്ഞപ്പോൾ പോലും അദ്ദേഹം കൂടുതൽ ക്ഷമയുള്ളവനായി കാണപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെയുള്ളവർ വന്ന് കല്ലെറിഞ്ഞത്? അത് മറ്റൊന്നുമല്ല, ആഫ്റ്റർ ഓൾ ദേ വെയർ ഓൺലി ട്രൈയിങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. അത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തെ ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. അദ്ദേഹം എണീറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിയുമല്ലോ. ഈ ഒരു സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു ഏഞ്ചൽ വന്നിരിക്കുന്നു, അതിനെ കൃത്യമായിട്ട് എല്ലാവരും തിക്കും തിരക്കുമാകുമ്പോൾ ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് ഇത് കാണാൻ പറ്റത്തില്ല. അപ്പം മെഴ്സിഫുള്ളായിട്ടുള്ളവർ പോലും അദ്ദേഹത്തിന് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ട്രൈയിങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. അദ്ദേഹം എണീറ്റ് നിൽക്കുന്നതെന്ന് കാണാൻ വേണ്ടിയാണ് അവരെല്ലാം ഇത്തരത്തിൽ കല്ലുകൾ എറിയുകയൊക്കെ ചെയ്തത്. ഇറ്റ് സോ ഹാപ്പൻഡ് ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദേ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ഏഞ്ചലിനെ പൈസ കൊടുത്തുകൊണ്ട് ഏഞ്ചലിനെ കാട്ടുന്ന ഈ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു ഷോ നടക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചു. ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ്, ആ ദിവസങ്ങളിൽ ദർ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. അതായത് ട്രാവൽ ചെയ്തുകൊണ്ട് നടത്തുന്ന ഷോ. ഇപ്പോൾ ഒരു ദിവസം ഇവിടെയാണെങ്കിൽ മറ്റൊരു ദിവസം വേറൊരു സ്ഥലത്ത്, അങ്ങനെ ഒരു ട്രാവലിംഗ് ഷോ അവിടെ വന്നു. ഈ ട്രാവലിംഗ് ഷോയുടെ പ്രത്യേകത, ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഒരു തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഒരു ഇടിയും മിന്നലും ഒക്കെ ഭയങ്കരമായ ഒരു ഇടിയും മിന്നലും നടന്ന സമയത്ത് ഒരു സ്ത്രീ അങ്ങ് സ്പൈഡറായിട്ട് മാറി, ഒരു ചിലന്തിയുടെ രൂപത്തിലേക്ക് മാറി. ദ അഡ്മിഷൻ ഫീ ടു സീ ഹെർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. ഈ സ്ത്രീ സ്പൈഡറിൻ്റെ രൂപത്തിലേക്ക് മാറിയ സ്ത്രീയെ കാണുന്നതിന് വേണ്ടിയുള്ള അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ഏഞ്ചലിനെ കാണുവാൻ കൊടുക്കേണ്ട അഡ്മിഷൻ ഫീസിനേക്കാൾ കുറവായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹെർ. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം കൂട്ടമായിട്ട് അവളെ കാണുന്നതിന് വേണ്ടി അങ്ങ് ഒഴുകാൻ തുടങ്ങി. They were also permitted to ask her all manner of questions about her absurd state. അപ്പോൾ ഇവരെല്ലാം തന്നെ അനുവദിച്ചിരുന്നു അവളോട് ഈ
ഒരു രൂപത്തിലേക്ക് പെട്ടെന്ന് തികച്ചും വ്യത്യസ്തമായ വിരുദ്ധമായ അബ്സേർഡ് സ്റ്റേറ്റിലേക്ക് മറ്റൊരവസ്ഥയിലേക്ക്, അതായത് ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നവർ പെട്ടെന്നൊരു ചിരന്തയുടെ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അതെങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് അവർ ഉത്തരം പറയുന്ന, അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും ആ സ്ത്രീയോട് ചോദിക്കാൻ കഴിയുമായിരുന്നു, കൃത്യമായിട്ട് ഒരു മറുപടിയും പറയുന്നു. പക്ഷേ നമ്മുടെ ഏഞ്ചലിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഇൻകോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള ഒരു ഡയലക്റ്റിലാണ്, മനസ്സിലാക്കാൻ പറ്റാത്ത വേറൊരു ഭാഷയാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പം അതുകൊണ്ട് യാതൊരു ആൾക്കാർക്കാരും കംഫർട്ടബിൾ അല്ല, അദ്ദേഹം എന്ത് പറയുന്നത് മനസ്സിലാവില്ല. പക്ഷേ ഈ സ്ത്രീ ചലന്തിയായി മാറി ഈ സ്ത്രീ ഇവരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത് കൊണ്ടും ഏഞ്ചലിൻ്റെ അടുത്ത് നിന്ന് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഈ പറയുന്ന ട്രാവലിംഗ് ഷോയിൽ ഈ സ്ത്രീയെ കാണുവാനായിട്ട് ഒഴുകി. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലമെൻറ്റ്. ഇനി ഈ ഹൗസ് ഓണേഴ്സായിട്ടുള്ള നമ്മുടെ പെലായയ്ക്കും എലിസൻ്റെയ്ക്കും തന്നെ വിലപിക്കേണ്ടതായ അല്ലെങ്കിൽ വിഷമിക്കേണ്ടതായ യാതൊരു കാരണവും കണ്ടില്ല. കാരണം വിത്ത് ദ മണി ദേ സേവ്ഡ്, അവർ സേവ് ചെയ്ത, അവർ സ്വരുക്കൂട്ടിയ ഈ പണം കൊണ്ട് ദേ ബിൽറ്റ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. അപ്പോൾ ഏഞ്ചലിനെ കാണാൻ വന്ന ആളുകളിൽ നിന്ന് അവർ സ്വീകരിച്ച പണം ഉപയോഗിച്ചുകൊണ്ട്, അതായത് അഡ്മിഷൻ ഫീസായിട്ട് അവർ 5 സെൻറ്റ് വെച്ച് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മേടിയില്ല, അങ്ങനെ സ്വരുക്കൂട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ ഒരു ഇരുനിലക്കെട്ട് ഒരു 2-story മാൻഷൻ, വലിയൊരു മാളിക തന്നെ അവർ പണിയുക, അതിനകത്ത് ബാൽക്കണീസും ഗാർഡൻസും. അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ തിയേറ്ററിലൊക്കെ ഇവിടെ പൊക്കത്തിലുള്ള സ്റ്റെപ്പ് കെട്ടി ഇരിപ്പിടം ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ അത്തരത്തിലുള്ള ബാൽക്കണി നമ്മുടെ ഈ വീട്ടിൽ ഇവരുടെ ഈ വലിയ മാളികയിൽ അത്തരത്തിലുള്ള ബാൽക്കണി ഉണ്ടാക്കി, ഗാർഡൻ വലിയ പൂന്തോട്ടമൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു മനോഹരമായ ഒരു ഇരുനില വീടങ്ങ് നിർമ്മിച്ചു. ഇറ്റ് ആൾസോ ഹാഡ് ഹൈ ഇൻ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻറ്റ് ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ. ഇതിന് ഭയങ്കര ഉയരത്തിലുള്ള നെറ്റിങ്ങും കൊടുത്തു, ഞാൻ വല കൊണ്ടുള്ള അല്ലെങ്കിൽ കമ്പിവേലി പോലെ കൊടുത്തു. കാരണം സോ ദാറ്റ് ക്രാബ്സ് വുഡിൻറ്റ് ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ ആകുമ്പോഴത്തേന് ഈ പറയുന്ന ഞണ്ടുകളൊന്നും ഇതിനകത്തേക്ക് കയറത്തില്ല. ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻറ്റ് ഗെറ്റ് ഇൻ. അതുകൊണ്ട് തന്നെ വിൻഡോകളെല്ലാം തന്നെ അയൺ ബാർ, ഈ കമ്പികളും കൊടുത്തു. അതുകൊണ്ട് തന്നെ ഏഞ്ചലുകൾ അത് കടന്നു വരത്തില്ല, ഈ കമ്പിക്കിടകളിലൊന്നും കടന്നു വരത്തില്ല. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവർ അത്തരത്തിൽ ഒരു സംവിധാനവും വിൻഡോകളിൽ ചെയ്തു. Pelayo also set up a rabbit warren and gave up his job as a bailiff for good. പെലായോ അതോടൊപ്പം തന്നെ ഒരു റാബിറ്റ് വാറൻ, അതായത് മുയലിനെ വളർത്താനുള്ള ഒരു സംവിധാനം, മുയലിനെ ഒരു റാബിറ്റ് ഫാമിങ്ങിന് വേണ്ടി, മുയൽ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് റാബിറ്റ് വാറൻ. അത് തയ്യാറാക്കി ആൻഡ് ഗേവ് അപ്പ്, ഉപേക്ഷിച്ചു എന്ത്, ഹിസ് ജോബ് ആസ് എ ബെയിലിഫ്, ഒരു ബെയിലിഫായിട്ടുള്ള, അതായത് ഒരു ജയിൽ ഗാർഡനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജോലി ഉപേക്ഷിച്ചു ഫോർ ഗുഡ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി ആ ജോലി ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള റാബിറ്റ് ഫാമിംഗ്, അതിനുവേണ്ടി ഒരു റാബിറ്റ് വാറൻ അദ്ദേഹം തയ്യാറാക്കി. എലിസൻഡ ബോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസൻറ്റ് സിൽക്ക്. എലിസൻഡ കുറേ സാറ്റിൻ്റെ കുറേ പംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പുകളാണ്, ഷൂസും വിത്ത് ഹൈ ഹീൽസ്, ഒരു ഹൈ ഹീൽഡുകളുള്ള ചെരുപ്പുകളും കുറേ ഷൂ ഒക്കെ മേടിച്ചു. ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസൻറ്റ് സിൽക്ക്, വർണ്ണാഭമായ ബഹുവർണ്ണങ്ങളുള്ള, ഇറിഡിസൻ എന്ന് പറഞ്ഞാൽ ബഹുവർണ്ണങ്ങളുള്ള, വർണ്ണാഭമായ അല്ലെങ്കിൽ പല വർണ്ണങ്ങളിലുള്ള സിൽക്കിൻ്റെ ഡ്രസ്സുകളും അവർ വാങ്ങിക്കൂട്ടി എന്ന് പറഞ്ഞാൽ വളരെ ആഡംബരപൂർണ്ണമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരു ലേഡിയായിരുന്നു നമ്മുടെ എലിസൻഡ. ഏഞ്ചലും എന്തോടുകൂടി എലിസൻഡയ്ക്ക് ആ ആഗ്രഹം പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ദ ചിക്കൻ കുക്ക് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡ്ന്റ് റിസീവ് എനി അറ്റൻഷൻ. ചിക്കൻ കൂപ്പ്, നമ്മുടെ ഈ കോഴിക്കൂട് മാത്രമായിരുന്നു യാതൊരു വിധമായ പ്രാധാന്യവും ശ്രദ്ധയോ കൊടുക്കാതെ അതേ രീതിയിലിട്ടിരുന്നത്. അതായത് നമ്മുടെ വീട് വന്നു ഭയങ്കരമായ 2 നില മണിമാളിക, അതായത് ബാൽക്കണിയും ഗാർഡനും ഒക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് കിടിലം വീടൊക്കെ പണിഞ്ഞെങ്കിലും അലക്ഷ്യമായിട്ട് യാതൊരു പരിഗണനയും കൊടുക്കാതെ ഒഴിച്ചിട്ടിരുന്നത് ചിക്കൻ കൂപ്പ്, ആ ഒരു കോഴിക്കൂട് മാത്രമായിരുന്നു. ദ ഡങ്കീപ് സ്റ്റെഞ്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിങ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. ആ കോഴിക്കൂടിനകത്ത് കൂന കൂടിക്കിടന്ന കോഴിക്കാഷ്ടത്തിൻ്റെ ദുർഗന്ധം ആ പുതിയ വീടിൻ്റെ ഭംഗി പോലും പഴയ വീടിൻ്റെ അഭംഗിയിലേക്ക് മാറ്റി. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേർൺഡ് ടു വാക്ക് ദേ വെയർ കെയർഫുൾ ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദ കൂപ്പ്. ആദ്യമൊക്കെ ഈ കുട്ടി നടക്കാൻ പഠിച്ചു തുടങ്ങിയ ആ സമയത്ത് ആദ്യമൊക്കെ തന്നെ ദേ വെയർ കെയർഫുൾ ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദ കോപ്പ്. ആ കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് കുട്ടി പോകാതിരിക്കുന്നതിനകത്ത് അവർ വളരെ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളായിരുന്നു. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലോസ് ദെയർ ഫിയേഴ്സ്. പിന്നീട് അവർക്ക് ആ ഒരു പേടിയൊക്കെ, കുഞ്ഞെടുത്ത് പോയുള്ള കുഴപ്പത്തെ പറ്റിയുള്ള പേടിയൊക്കെ അങ്ങ് മാറി. ആൻഡ് ഗോഡ് യൂസ്ഡ് ടു ദ സ്മെൽ. പിന്നെ ആ ഒരു നാറ്റുമായിട്ടൊക്കെ അവരും കുട്ടികളും എല്ലാവരും കുട്ടിയെല്ലാം അങ്ങ് പൊരുത്തപ്പെട്ടു.
ബിഫോർ ദ ചൈൽഡ് ഗോ ടു ഹിസ് സെക്കൻഡ് ടീത്ത്, കുട്ടിക്ക് തന്നെ രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പ് ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ. അവൻ കോഴിക്കോടിന് അകത്ത് കയറി കളിക്കാനായിട്ട്. ആസ് ദ വയേഴ്സ് വെയർ ഫാളിങ് എ പാർട്ട്, കാരണം അതിൻ്റെ അടഞ്ഞു കിടന്നിരുന്ന നെറ്റിംഗ് ഒക്കെ തന്നെ, ആ വയറുകളൊക്കെ തന്നെ പൊട്ടി ഇളകി ശ്രദ്ധയില്ലാതായതുകൊണ്ട് മാറിക്കിടന്നു. അപ്പോൾ കുട്ടിക്ക് അതിനകത്ത് കയറാൻ പറ്റി. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. അങ്ങനെ കുട്ടിക്കും അതിനകത്ത് കിടന്ന ഏഞ്ചലിനും ഒരേ സമയത്ത് ചിക്കൻ പോക്സും പിടികൂടി. ആ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കയറി രോഗവും പിടിച്ചു. ദ ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദ ചൈൽഡ് കുഡിന്റ് റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ലിസൺ ടു ദി ഏഞ്ചൽസ് ഹേർട്ട്. ദ ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദ ചൈൽഡ്, ഈ കുട്ടിയെ ഈ ഒരു ചിക്കൻ പോക്സുമായി ബന്ധപ്പെട്ട് പരിചരിക്കാമെന്ന ഡോക്ടർ കുഡിന്റ് റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ലിസൺ ടു ദി ഏഞ്ചൽസ് ഹേർട്ട്. ചിക്കൻ ബോക്സ് കാരണം കുട്ടിയേക്കാൾ ദുരിതം അനുഭവിക്കുന്ന ഏഞ്ചലിൻ്റെ ഹൃദയമെടുപ്പ് കണ്ടില്ലെന്ന് നടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിന് അല്ലാത്ത രീതിയിലുള്ള ഒരു ടെംപ്റ്റേഷൻ ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ കാണുമ്പോൾ തോന്നുന്ന ഒരു മാനസികാവസ്ഥ അത് നമ്മുടെ ഏഞ്ചലിനോടും ഉണ്ടായി. ഹീ ഫൗണ്ട് സോ മച്ച് വിസിലിംഗ് ഇൻ ദ ഹേർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. ഏഞ്ചലിൻ്റെ ഈ ഹൃദയമിടിപ്പിൻ്റെ ഒരു താളത്തിലെ വ്യത്യാസവും അതുപോലെ തന്നെ കിഡ്നിയുടെ ഫംഗ്ഷനിങ്ങിലെ മാറ്റവും ഒക്കെ തന്നെ അദ്ദേഹത്തിന് വളരെയധികം ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ വാട്ട് സർപ്രൈസ് ഹിം മോസ്റ്റ്, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചെന്താണ് ഹൗവർ എന്നിരുന്നാലും വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. ഈ ഏഞ്ചലിൻ്റെ ശരീരത്ത് കണ്ട ഈ ചിറകിൻ്റെ വിങ്സിൻ്റെ ഒരു യുക്തിയെ പറ്റിയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അലട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ദേ സീംഡ് സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ആ പൂർണ്ണമായും മനുഷ്യൻ്റേതായിട്ടുള്ള ശരീരത്തിൽ ഈ ഒരു ചിറക് വിങ്സ് എന്ന് പറയുന്നത് സീംഡ് സോ നാച്ചുറൽ, അത് തീർത്തും സ്വാഭാവികമായിട്ട് അങ്ങ് തോന്നിയതാണ്. ഹി കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡൻറ്റ് ഹാവ് ദം ടു. എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കും ഇതില്ലാത്തത്? ഈ ശരീരത്തിൽ ഈ ഒരു ചിറക് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തോന്നി, പിന്നെ എന്തുകൊണ്ട് മറ്റുള്ള മനുഷ്യർക്കും ഇതില്ലാത്തത് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അത്രയ്ക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ഒരു സംഭവമായി, ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ഓർഗാനിസത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു അവയവമായിട്ട് ഈ ചിറകിനെ കണ്ടു അദ്ദേഹം. When the child began school, the sun and rain had caused the collapse of the chicken coop. ഈ കുട്ടി സ്കൂളിൽ പോകുന്ന കാലമായപ്പോഴത്തേക്ക് ദ സൺ ആൻഡ് റെയിൻ, ഈ വെയിലും മഴയും ഒക്കെ തന്നെ ഹാഡ് കോസ്ഡ് ദ കൊളാപ്സ് ഓഫ് ദി ചിക്കൻ കൂപ്പ്. ഈ ചിക്കൻ കൂപ്പിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി മാറി. ഈ വെയിലും മഴയെല്ലാം അടിച്ച് ആ ഒരു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേന് കുട്ടി സ്കൂളിൽ പോകുന്ന കാലമൊക്കെ ആയപ്പോഴത്തേന് ഈ ചിക്കൻ കുപ്പ് പൂർണ്ണമായിട്ടും അങ്ങ് തകർന്നു. ദ ഏഞ്ചൽ വെൻ്റ് ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദിയർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. അപ്പോൾ പിന്നെ ഈ ഏഞ്ചലിന് മറ്റൊരു സ്ഥലമില്ലല്ലോ, അപ്പം ഓപ്പണായി ചിക്കൻ കൂപ്പ് തകർന്ന് വീണു. അപ്പം നമ്മുടെ ഏഞ്ചൽ വെൻ ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദിയർ, അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ അരഞ്ഞ് തിരിയാൻ തുടങ്ങി. ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ, മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ പോലെ, അഭയമില്ലാത്തൊരു മനുഷ്യനെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഹീ സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. അദ്ദേഹത്തെ ഈ ഏഞ്ചലിനെ പല ഭാഗങ്ങളിൽ ഒരേ സമയത്ത് കാണപ്പെട്ടിരുന്നു. ഞാൻ കുറച്ചു നേരം വെയിലുള്ള ഭാഗത്ത് നിന്ന് മാറി തണലുള്ള ഭാഗത്ത് പോയിരിക്കും, വീണ്ടും അവിടെ നിന്ന് വെയിൽ വരുമ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ആ വീടിൻ്റെ പരിസരങ്ങളിൽ അവിടെ ഇവിടെയെല്ലാം ഇങ്ങനെ പല ഭാഗത്തും ഒരേ സമയം പലയിടത്തും കാണപ്പെട്ടു. ഹി കുഡ് സ്കേഴ്സ്ലി ഈറ്റ്, ഇപ്പോഴാണെങ്കിൽ തിന്നാൻ കൂടി കഴിയുന്നില്ല. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി, കണ്ണുകളിലൊക്കെ ഇങ്ങനെ പുകമറ പോലെ കാഴ്ചയൊക്കെ കുറഞ്ഞു വരുന്നു. ദാറ്റ് ഹി വെൻ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ച കാരണം അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേനും ചെന്ന് പോസ്റ്റുകളിലൊക്കെ ചെന്ന് ഇടിച്ച് താഴെ വീഴുകയൊക്കെ ചെയ്യുകയാണ്, തട്ടുകയാണ്, കാഴ്ചക്കുറവ് കാരണം. പിള്ളയോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം. ഇതൊക്കെ കണ്ടപ്പം പിള്ളയ്ക്ക് വീണ്ടും സംഭവം ഒരു അനുകമ്പം, ഒരു കമ്പാഷൻ തോന്നി. അദ്ദേഹം ഒരു ബ്ലാങ്കറ്റ് അവൻ്റെ നേർക്കിട്ട് കൊടുത്തു, ഏഞ്ചലിന് നേർക്കിട്ട് കൊടുത്തു. ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്, എന്നിട്ട് ഷെഡിൽ കിടക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഒൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹീ ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോൾ മാത്രമാണ്, അപ്പം അങ്ങനെ ഷെഡിൽ വന്ന് കിടക്കപ്പോഴാണ് ഇവർക്ക് വെടി കിട്ടിയത്. ഈ നമ്മുടെ ഏഞ്ചലിനെന്തോ ടെമ്പറേച്ചറൊക്കെ കൂടി നല്ലൊരു ബുദ്ധിമുട്ട്, സുഖമില്ല എന്നുള്ള കാര്യം വ്യക്തമായത്. ദേ ബിക്കെയിം അലാംഡ്, അവരാകപ്പാടെ അങ്ങ് പരിഭ്രാന്തരായി. കാരണം ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. കാരണം അവർ ചിന്തിച്ചു, ദേ തോട്ട്, അതവർ ചിന്തിച്ചു. കാരണം എന്താണ്, ഹി വാസ് ഗോയിങ് ടു ഡൈ, അദ്ദേഹം മരിക്കാൻ പോവുകയാണെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ അവരാകപ്പാടെ പരിഭ്രാന്തരായി. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിൻറ്റർ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ ഏറ്റവും മോശപ്പെട്ട വിൻ്ററിനെ, ശൈത്യകാലത്തെ മാത്രമല്ല അതിജീവിച്ചിരിക്കുന്നത്, ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ്, അതിനെയൊക്കെ അതിജീവിച്ച് ആരോഗ്യം വീണ്ടും പുരോഗതി പ്രാപിച്ചു. വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. ഇന്ന് ഈ വിൻ്റർ അങ്ങോട്ട് കടന്നത് സണ്ണി ഡേയ്സ് ആയപ്പോഴത്തേന് അദ്ദേഹം ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു. ഹി റിമെയിൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദ ഫാർദസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്. കോർട്ട്യാർഡിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു മൂലയിൽ കുറേ ദിവസങ്ങളോളം അദ്ദേഹം ഈ മോഷൻലെസ്, ചരിക്കാൻ പറ്റാത്ത രീതിയിൽ അനങ്ങാതെ കിടന്നു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡിസംബർ സം ലാർജ് സ്റ്റിഫ് ഫെദേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. ഡിസംബറിൻ്റെ
തുടക്കമായപ്പോഴത്തേക്ക് സം ലാർജ് സ്റ്റിഫ് ഫെദേഴ്സ്, ഇച്ചിരി കട്ടിയുള്ള വലിയ തൂവലുകളൊക്കെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചിറകിലേക്ക് മുളയ്ക്കാൻ തുടങ്ങി. ദേ ലുക്ക് ലൈക്ക് ദി ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. പക്ഷേ അങ്ങനെ ഈ ചിറകുകൾ, പുതിയ കട്ടിയുള്ള ചിറകുകളൊക്കെ മുളച്ച് വന്നപ്പോഴത്തേന് അവ അദ്ദേഹത്തെ ഒരു സ്കെയർ ക്രോയെ പോലെ, ഒരു കോലം പോലെ, നമ്മൾ വയലിലൊക്കെ കുത്തി നിർത്തിയിരിക്കുന്ന കോലത്തിൻ്റെ ലുക്കായിപ്പോൾ അദ്ദേഹത്തിന് അതുകൂടെ കഴിച്ച് വന്നപ്പോഴത്തേന്. വൺ മോർണിംഗ് എലിസബ വാസ് കട്ടിങ് സം ബെഞ്ചസ് ഓഫ് ഒനിയൻസ് ഫോർ ലഞ്ച്. ഒരു ദിവസം പ്രഭാതത്തിൽ എലിസൻ്റെ ഈ ലഞ്ചിന് വേണ്ടി, ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗമായിട്ട് കറി വെക്കുന്നതിന് കുറച്ച് സവാളയൊക്കെ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചണിലേക്ക് പെട്ടെന്ന് അസാധാരണമായ രീതിയിലൊരു കാറ്റടിക്കുന്നതായിട്ട് തോന്നി. ദെൻ ഷീ വെൻ ടു ദി വിൻഡോ ആൻഡ് ഫൗണ്ട് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈ. അവൾ വിൻഡോയിൽ ജനൽപ്പടിയിലേക്ക് പോയി ചെന്ന് നോക്കി. അപ്പോഴാണ് ജനലിലൂടെ നോക്കിയപ്പോഴാണ് ഷീ ഫൗണ്ട് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. ഈ ചിറകുകളിൽ വീണ്ടും തൂവലുകളൊക്കെ മുളച്ച് വന്നപ്പോഴത്തേന് ഏഞ്ചൽ പറന്നുയർന്ന് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഇതിനുവേണ്ടി അറ്റ് ഫ്ലൈറ്റ് ഒന്ന് പറക്കാനായിട്ട്. ദീസ് വെയർ സോ ക്ലംസി ദാറ്റ് ഹി വാസ് ഓൺ ദ പോയിൻ്റ് ഓഫ് നോക്കിംഗ് ദ ഷെഡ് ഡൗൺ ആസ് ഹി കുഡിൻറ്റ് ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദ എയർ. പക്ഷേ ആദ്യമൊക്കെ ഇത് ഭയങ്കര ക്ലംസി ആയിട്ട് ബുദ്ധിമുട്ട് ചെയ്ത് ചിലപ്പം പറക്കാൻ നോക്കും, വീണ്ടും വീഴും. ദാറ്റ് ഹി വാസ് ഓൺ ദ പോയിൻ്റ് ഓഫ് നോക്കിങ്, എവിടെയും ചെന്ന് ഇടിക്കുക, നോക്കിങ് ദ ഷെഡ് ഡൗൺ, ചെന്ന് എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് താഴെ ഷെഡിൽ കിടക്കുകയാണല്ലോ, ഷെഡിൽ ചെന്നിട്ട് ഏതെങ്കിലും ഭാഗത്ത് നിന്നിരിക്കുക, വീഴുക, അങ്ങനെ ഇത് വളരെ ബുദ്ധിമുട്ടേറിയതായിട്ട് തോന്നി. ഹി കുഡിൻറ്റ് ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദെയർ. അങ്ങനെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ എയറിൽ അത് പറന്ന് നിൽക്കാനുള്ളൊരു ഗ്രിപ്പ് കിട്ടുന്നതല്ലാത്തതായിട്ട് തോന്നി. ബട്ട് ദെൻ പക്ഷേ പിന്നെ അങ്ങോട്ട് ഹീ ഡിഡ് മാനേജ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിച്ച വെച്ച് നടക്കാൻ ശ്രമിക്കുന്ന കൊച്ചുകുട്ടികളുടെ ഒരു രീതി, കാരണം ഇപ്പോൾ ചിറകൊക്കെ കംപ്ലീറ്റ് പോയിരുന്നതാണ്, പിന്നീട് തൂവലുകളൊക്കെ മുളച്ച് വന്ന് വീണ്ടും പറക്കി തുടങ്ങുകയല്ലേ, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട്. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ്. പക്ഷേ അയാൾ പിന്നീട് മാനേജ് ചെയ്തു. ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്, ഉയരങ്ങളിലേക്ക് പറന്ന് പൊങ്ങാനുള്ള ആ ഒരു കഴിവ് ലഭിച്ചു. അങ്ങനെ എലിസൻ്റെ ലെറ്റ് എ സൈ ഓഫ് റിലീഫ്. ഇത് കണ്ടപ്പോഴത്തേന് എലിസൻ്റെ ഒരു ദീർഘനിശ്വാസം കിട്ടും. ഫോർ ഹിർ സെൽഫ് ആൻഡ് ഫോർ ഹിം. അതായത് അവൾക്ക് വേണ്ടിയാ എന്തായാലും ഇവിടുന്ന് ഇനി ഇത് ഒഴിവായി പോരല്ലോ, ആ ശല്യം എന്നുള്ള രീതിയിലായി, പോട്ടെ, എങ്ങനെയെങ്കിലും അത് പറന്ന് പൊയ്ക്കോട്ടെ. അതുപോലെ തന്നെ ഈ ഏഞ്ചലിനും ഫോർ ഹിർ ആൻഡ് ഫോർ ഹിം, അയാൾക്കും ഒരു സന്തോഷം, ഒരു ആശ്വാസം. വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. അങ്ങനെ അവൻ പറന്ന് അങ്ങോട്ട് അകലുന്നത്, ആ അവസാന വീടും കടന്ന്, അവളുടെ കാഴ്ചയിൽ നോക്കുന്ന അവസാന വീടും കടന്ന് പറന്നു പോകുന്നത് അവൾ നോക്കിയിരുന്നു. ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സെനയിൽ വൾച്ചർ. ഒരു സെനയിൽ വളച്ച് പ്രായം ചെന്ന ഒരു കഴുകേണ്ട രീതിയിലുള്ളത്. ഇവിടെ ഈ ഏഞ്ചൽ അങ്ങേറ്റം പ്രായം ചെന്നതന്നെ. അപ്പോൾ അതേപോലെ അദ്ദേഹം ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ്, സ്വയം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഇൻ സം വേ വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സെനയിൽ വൾച്ചർ. ഒരു വളരെ പ്രായം ചെന്ന ഒരു വൾച്ചർ എത്ര റിസ്ക് എടുത്താണോ പറന്നകലാൻ ശ്രമിക്കുന്നത്, അതേപോലെയുള്ള ഒരു ബുദ്ധിമുട്ട് ഈ നമ്മുടെ ഈ സെനയിലായിട്ടുള്ള ഏഞ്ചലിനും, സെനയിൽ എന്ന് പറഞ്ഞാൽ വൃത്തനായ വാർദ്ധക്യം വന്ന, അപ്പോൾ ആ ഏഞ്ചലിനും അത് അനുഭവപ്പെട്ടു. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ ഒനിയൻസ്. അപ്പോൾ ഇവള് ഈ ത്രൂ കട്ടിങ് ദ ഒനിയൻസ്, ഈ ഒനിയൻസ് കട്ട് ചെയ്തുകൊണ്ട് തന്നെ അവളിങ്ങനെ നോക്കിക്കൊണ്ട്, കണ്ണെടുക്കാതെ അവനെ നോക്കിക്കൊണ്ടേയിരുന്നു. വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ ഒനിയൻസ്. ആ ഒനിയൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവൻ ഇങ്ങനെ പറന്നകരുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ്, അങ്ങനെ നോക്കിയിരുന്നു. അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹർ ടു സീ ഹിം. ആ ഏഞ്ചൽ തൻ്റെ കൺവെട്ടത്തു നിന്ന് മറഞ്ഞു പോകുന്നത്ര അകലം ദൂരം കടക്കുന്നത് വരെ, അങ്ങ് ഒരു പൊട്ടുപോലെ അകലെ എത്തുന്നത് വരെ അവനെ നോക്കിക്കൊണ്ടേ. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറിസോൺ ഓഫ് ദ സീ. ഇപ്പോൾ അവനൊരു അനോയൻസി അല്ല അവളുടെ ജീവിതത്തിൽ. ഹി വാസ് നോ ലോങ്ങർ ആൻ അലോയൻസ് ഇൻ ഹർ ലൈഫ്. അവളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു അനോയൻസി അല്ല, ബട്ട് പിന്നെയോ ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. ആ കടലിൻ്റെ അങ്ങേയറ്റം ചക്രവാളത്തിലെ ഒരു ചെറിയ പൊട്ട് മാത്രം എന്ന് പറഞ്ഞാൽ അങ്ങകലെ ഒരു പൊട്ടായി അത്രയും അകലെ അങ്ങ് പറന്നകന്ന് പോയിരിക്കുന്നു നമ്മുടെ ഏഞ്ചൽ. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, ഇത്രയുമാണ് ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ don't forget to share this with somebody whom you think can be benefited from this video. And if you are not yet subscribed to my channel, don't forget to subscribe it. Then only you will get all the notifications whenever I post a video for you. So I will be back with another such amazing video. Till then, bye bye.